ഹലോ ഗുഡ് മോർണിംഗ്. ബാ ഗുഡ് മോർണിംഗ് പറയും. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ എവിടെയുണ്ടെന്ന് വെച്ചാൽ എൻ്റെ രണ്ടാമത്തെ താത്താൻ്റെ വീട്ടിലാണ്. പറയും മൂത്തമ്മാൻ്റെ വീട്ടിലാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങളിതേ ഇൻസ്റ്റഗ്രാമിക്ക് വാവ വീഡിയോസ് എടുക്കേണ്ട. ഇന്ന് എന്താണ് പ്രോമിസ്ഡ് ആയിരുന്നു. അപ്പോൾ അതിന് വീഡിയോസ് എടുക്കുന്ന തിരക്കാണ്. അതാണ് ഞാൻ ഇപ്പോൾ ഇന്ന് മേക്കപ്പ് ഇട്ടിക്കണം കേട്ടോ. പിന്നെ താത്താൻ്റെ വീട്ടിലായതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു ഇത്തിരി നേരം ഒന്ന് കിടന്നുറങ്ങിപ്പോയി. അപ്പം അതിൻ്റെ ക്ഷീണമുണ്ട് മുഖത്ത്. ഇതാ ആരൊക്കെയുണ്ട്? ഇതാ വാവ കണ്ട അന്ന് അതാണ് തറ. നമ്മക്കറിയില്ല, ഇവർക്കൊക്കെ എല്ലാം അറിയുള്ളൂ. പിന്നെ ഞാൻ ഇന്നലെ വന്നതാണ് കേട്ടോ. പ്രതീക്ഷിക്കാതെ വന്നതാണ്, വേണച്ചിട്ട് വന്നതല്ല, പ്രതീക്ഷിക്കാതെ വന്നു. ഇപ്പോൾ ഇവിടെ നിന്നു. അപ്പോൾ ഇന്ന് പോകണം. ഞാൻ 9:30 ബസ്സിന് പോകണം വിചാരിച്ചായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പം ഇനി എന്തായാലും കുറച്ച് കഴിയട്ടെ വിചാരിച്ചു. പിന്നെ അതാ താത്ത അവിടെ ചായയും കടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. റിച്ചോ ഇവിടെ വന്നാ ബാ. റിച്ചു മദ്രസൊക്കെ വിട്ട് വന്നതാണ്. റാസിക്കുട്ടാ എന്നാ വാ, എന്നാ ഇവിടോക്ക് വാ. എന്താ പറയുക, ചായ കുടിച്ചാ? എപ്പോ കുടിച്ചാ എന്നിട്ട് വെച്ചിക്കോ. അപ്പോൾ അതൊക്കെയാണ് കുട്ടി പട്ടാളങ്ങളെല്ലാവരും ഉണ്ട് ഇവിടെ. പിന്നെന്താ, ഇനി ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. നല്ല ദോശ ഉണ്ടാക്കണം. അവർ മുരിഞ്ഞ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിക്ക് വീഡിയോസ് എടുക്കുമ്പോഴാണ് ഞാൻ ഇന്നലെ വന്നതല്ലേ, അപ്പം ഇന്ന് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ എടുക്കാൻ പറ്റിയില്ല. ഓനെ വീഴല്ലേ. വാ ചാടിക്കാൻ വാ. ദേ ഇവിടെ താത്ത ചായയൊക്കെ സെറ്റാക്കിയത്. ദോശയും പിന്നെന്താണ് ദോശ. അയ്യോ വീഴല്ലേ ഇരിക്കി കഴിക്കി. ഇതാ കായ് ടി വി കാണലു മെഷീനും. പത്താത്താക്ക് ഒരു ചുരിദാർ തയ്ച്ചുകൊണ്ടിരിക്കുക കേട്ടോ. തയ്ച്ച് കംപ്ലീറ്റ് ആയി. ചുരിദാറാണ് കേട്ടോ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ വലിയോ എന്താണ് തീ വൃത്തിട്ട് വായ. അപ്പോൾ അതാ ഗൈസ്, പിന്നെ ഇവള് ചെറിയൊരു ഫ്ലാറ്റിലാണ് കേട്ടോ താമസം. ഞങ്ങളെ മേലേക്ക് പോവാ ചേച്ചി, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കല്ലേ. വാ നടക്ക്, മേലൊന്ന് പോയോക്കട്ടെ എന്താണ് വെള്ളം അവിടെ. വീഴരുത് കേട്ടോ. ഇതേ വീട്ടിലുണ്ടല്ലോ മെഷീൻ. ഇതൊക്കെ മെസ്സായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ വെയിലുണ്ട്, പക്ഷെ വലിയ ചൂടില്ല കേട്ടോ. കുഴപ്പമില്ല. അന്ന് ഇവിടെ തിരാപ്ര വേലയാണ്. ഇവിടെ നിന്നാൽ ഇങ്ങനെ വേല പോണതൊക്കെ കാണാമെന്ന് പറഞ്ഞു. ഇവിടെ ഹൈവേ ആണ്. നമ്മളെ തിരാപ്ര കൊപ്പം പട്ടാമ്പി റോഡാണ് കേട്ടത്. കറ്ററവാഴ ഉണ്ടല്ലോ അവിടെ. ഇതാരുണ്ടാക്കിയ വാവേ? എടാ വാവേ, ഇതാരുണ്ടാക്കിയ? ചേച്ചിൻ്റെ. ഇങ്ങനെന്താ ഇങ്ങനെ? പിന്നെ അതാണ് ഇവർ അലക്കണത്. ഇതുപോലത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഉള്ളത്. പിന്നെ ഇതപ്പുറത്ത് നല്ലൊരു പാടുണ്ട്. മൂച്ചിപ്പൂത്തിക്കണ്. ഇതേ കണ്ണിമാങ്ങ മാങ്ങതേ 1 2 രണ്ടല്ലതേ. ഇതാ കൊലയായിട്ട് നിൽക്കണ്. വീഴും. പിന്നെന്താ വെയിൽ. ഇപ്പോൾ കുറച്ച് നിന്നപ്പോൾ വെയിൽ ചൂടുണ്ട് കേട്ടോ. പൊഞ്ഞു വീഴും ഒന്ന്. വാവ പിന്നെ അതാ ഇൻസ്റ്റഗ്രാമിക്ക് വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻസ്റ്റൻ്റെ ആളാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിൽ.
കുഴപ്പമില്ലാത്തല്ലേ അധികം ബോറൊക്കെ. ആ മതി. ഇനി കണ്ണീരൊന്നും വേണ്ട, മനക്കൊണ്ടൊന്നും വേണ്ട. ആ പാടിക്കോ, പാട്. ടി വി കാണുകയാണ്. വാവേ കഴിക്കൽ കഴിഞ്ഞോ? ഇപ്പോൾ വാവ ഇടനേരത്ത് ഞങ്ങൾക്ക് ബുൾസൈയൊക്കെ ഉണ്ടാക്കി തന്നിട്ടോ. അസ്മിക്കുട്ടൻ കഴിച്ചു, പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി തന്നാണ്. രസമുണ്ട്, ടേസ്റ്റ് ഉണ്ട്. അവൾക്ക് പറ്റണ പോലെ ഉണ്ടാക്കി തന്നാട്ടോ. അപ്പം ഞാൻ ടി വിയും കണ്ടിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. പെയിൻറ്റിങ്ങാ ഞാൻ ചെയ്തോളൂ. ഇതെന്താ പൊന്നെ ചിത്രം വരക്കാട്ട്? താത്താനെ പോലെ ചിത്രം വരക്ക്. താത്ത വരച്ചണോക്ക മരം അതുപോലെ വരക്ക് പൊന്നോ. മരം ഇപ്പോൾ 1 മണി കേട്ടോ. 1 മണി 12:58. 1 മണി ആവാറായി തുടങ്ങി. അപ്പോൾ ഇതാ താത്ത വാട്ടർമെലോൺ നല്ല തണുപ്പുണ്ട്. എനിക്ക് ഇന്നലെ കഴിച്ചപ്പോൾ തന്നെ ഇതാ സൗണ്ട് ഇങ്ങനെ മാറി വരുന്നുണ്ട്. എന്തായാലും വേണ്ടില്ല കേട്ടോ. കുട്ടി പട്ടാളങ്ങൾ ഇതാ ഞങ്ങളെ ബുൾസൈയൊക്കെ കഴിക്കൽ കഴിഞ്ഞിപ്പോൾ അടുത്തത് ഇതാ വാട്ടർമെലോണാണ്. ഇനിയിപ്പോൾ അതും കൂടി കഴിക്കൽ കഴിഞ്ഞിട്ട് എനിക്ക് മിക്കവാറും ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഒന്ന് തടിക്കുമെന്നൊരു സംശയം. പിന്നെ ഒരു ദിവസമല്ല, ഞാൻ ചുമ്മാ പറഞ്ഞാട്ടോ. ഞങ്ങളെ കൊറിയൻ ഡ്രാമ ഇരുന്ന് കാണുമായിരുന്നു. അപ്പോഴാണ് ഇത്താത്തത് മുറ്റ കിടന്നത്. അതിനെ കഴിക്കാൻ വിചാരിച്ചു. എടാ പിന്നെ വാവ എനിക്ക് കാണിച്ചായോ? അതല്ല ഡ്രാമ. ഞാൻ ഒന്ന് കഴിച്ചാ ഇവിടെ വന്നപ്പോൾ പുള്ളി തീറ്റിയാണ്. കഴിച്ചാ അല്ല ഇങ്ങനെ ഒരു 2-3 ദിവസം ഇരിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും തടിക്കൂട്ടാ. എന്തായാലും ഒരു ദിവസം കൊണ്ട് തടിക്കൂലല്ലോ. 2-3 ദിവസം ഇങ്ങനെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ തടിക്കും തോന്നുന്നില്ലേ? താത്തവിടെ ഫുഡ് പാകം ചെയ്യുന്നു. കഴിഞ്ഞ് ചിക്കൻ്റെ എന്തോ ഒരു പരിപാടി തോന്നും. അപ്പോൾ ഇതാ ഞങ്ങൾ 2 മണിയായപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. നല്ല അടിപൊളി പുളിഞ്ചാറും പപ്പടം, പയറുപ്പേരി, അച്ചാർ, ചിക്കന്, പിന്നെ വഴുതനങ്ങ ഉപ്പേരി. അതെ അത്രയാണ് കേട്ടോ ഉച്ചക്കത്തെ വിഭവം എന്ന് പറഞ്ഞാൽ. അടിപൊളിയാണ് സൂപ്പർ. ഓക്കെ അസ്മിക്കുട്ടി പറഞ്ഞാട്ടോ. ഞാൻ ഇത്താത്താൻ്റെ വീട്ടിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഒരു ദിവസത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. ഇനി ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേന് അർഷ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇനി പോവണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പൂരാണ്. അപ്പോൾ അവിടെ ബ്ലോക്കൊക്കെ ആകുമ്പോഴത്തേന് വേഗം പോവാമെന്നാണ് വിചാരിക്കുന്നത്. വാവേ എവിടെ? എന്താ വാ മാറ്റാ. ഇതാണ് ഞങ്ങളുടെ രാജകുമാരി അല്ലേ? 6 പേരക്കിടാങ്ങളുള്ളൊരു തങ്കക്കുടം. എന്താ പറയണേ? അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലേ? ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് 1000 എത്തിക്കുക. സപ്പോർട്ട് ചെയ്യാൻ പറയണം. സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ ഓളൊക്കെ വേലക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. പിന്നെ അതാ ഗൈസ് അസ്മിക്കുട്ടന് ചെറുതായിട്ടൊന്ന് വൊമിറ്റിങ് ചെയ്ത് ആള് ചെറുതായിട്ട് പനിക്കണമുണ്ട്. അപ്പോൾ ആൾ ക്ഷീണത്തിലാട്ടോ. ബാക്കിയുള്ള തകിടുമണികൾ പോയിക്കണ്, അവരൊക്കെ വേറെ സ്ഥലത്ത് പോയിക്കണ്. പിന്നെ എന്താ വെച്ചാൽ എനിക്ക് തോന്നണം അവന് ഇന്നലെ ഐസ്ക്രീം കഴിച്ചു. അപ്പോൾ അതാവും തോന്നുന്നു ചെറുതായിട്ട് പനി വരുന്നത്. എടാ പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ദിവസം കണ്ട് കഴിഞ്ഞ് ഇനി നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഷോപ്പിലേക്ക് പോകണം. വർക്കുകൾ വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങണം. അപ്പോൾ ഇത്രക്കൊക്കെ ബായ്.
ബൈ. ബൈ.